എല്ലാവർക്കും സിംപ്ലി ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പഠിക്കുന്നത്. ചെറിയ ക്ലാസ് മുതലേ എല്ലാ കുട്ടികളും പഠിക്കുന്ന ഒരു വിഷയമാണ് ഗണിതം, മാത്സ്. അതിലെ ഗണിതത്തിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നമ്പേഴ്സ് ആണല്ലോ, സംഖ്യകളാണ്. ഈ നമ്പേഴ്സ് എങ്ങനെ വായിക്കണമെന്ന് പല കുട്ടികൾക്കും അറിയില്ല. 1 മുതൽ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്, അതിന് അവസാനമില്ല നമ്പേഴ്സിന്. ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് 2 അക്ക സംഖ്യകൾ, 1 അക്ക സംഖ്യകൾ, 3 അക്ക സംഖ്യകൾ, 4 അക്ക സംഖ്യകൾ, അതുപോലെ പ്രധാനപ്പെട്ട സംഖ്യകൾ 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, ഇത്രയും നമ്പറുകളും കഴിഞ്ഞ വീഡിയോയിലായിട്ട് എടുത്തു തീർത്തിട്ടുണ്ട്. ആ വീഡിയോയും കൂടെ കണ്ടിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമാകും. കുറഞ്ഞ സമയം മാത്രം ക്ലാസ് കണ്ടുകൊണ്ട് അറിവ് നേടാനും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. ഗണിതത്തിൽ നമ്മൾ പഠിക്കുന്നത് തന്നെ നമ്പേഴ്സ് വെച്ചിട്ടാണ്. ഇതുപോലെ നമ്പറാണ് 1, 2, 3, 4, 5. നമുക്കറിയാം ഈ നമ്പറുകളെല്ലാം ഒറ്റ സംഖ്യകളല്ലേ. ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരൊറ്റ സംഖ്യയാണ്, ഇതൊരൊറ്റ സംഖ്യയാണ്, ഇതൊറ്റ സംഖ്യയാണ്. ഇവയെല്ലാം ഒറ്റ സംഖ്യകളാണ്. എന്നാൽ ഇനി 12, 13, 50, 100 ഇവ ഒറ്റ സംഖ്യകളാണോ? അല്ല, ഇതിൽ 2 സംഖ്യകളുണ്ട്. അപ്പോൾ ഇത് 2 അക്ക സംഖ്യയാണ്. ഇതും ഒരു 2 അക്ക സംഖ്യയാണ്. ഇതിലും 2 സംഖ്യകളുണ്ട്, 2 അക്ക സംഖ്യയാണ്. ഇതിൽ 3 സംഖ്യകളുണ്ട്. ഇതൊരു 3 അക്ക സംഖ്യയാണ്, 3 അക്ക സംഖ്യ. ഇതെല്ലാം മുന്നത്തെ വീഡിയോയിൽ പഠിപ്പിച്ചതാണ്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഈ സംഖ്യ ഏത് സംഖ്യയാണ്? 4 അക്ക സംഖ്യയാണ്. 4 അക്കങ്ങളുള്ള ഒരു സംഖ്യയാണ് 4 അക്ക സംഖ്യ. ഇത്രയും സംഖ്യകൾ നമുക്കറിയാം. ഇനി നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്നത് ഒരു വലിയ സംഖ്യ എഴുതാൻ പോവാണ്. ചെറിയ സംഖ്യ ആദ്യം എഴുതാം. ഈ സംഖ്യയുടെ പേരെന്താണ്? ഇതേത് സംഖ്യയാണ്? 18. ഇതേത് സംഖ്യയാണ്? 18. 18. അടുത്തത് ഇതേത് സംഖ്യയാണ്? ഇതേത് സംഖ്യയാണ്? 20. 20. 20. അടുത്തത് ഇത് ഏത് സംഖ്യയാണ്? 25. ഇത് ഏത് സംഖ്യയാണ്? 30. ഇതേത് സംഖ്യയാണ്? 40. ഇതേത് സംഖ്യയാണ്? 43. ഇതേത് സംഖ്യയാണ്? 100. അടുത്തത് 109. 233. അടുത്ത സംഖ്യ 348. 569. 671. ഇങ്ങനെ ഒരുപാട് സംഖ്യകളുണ്ട്. ഇത് ഒന്നാണെങ്കിൽ ആ 1 എന്ന സംഖ്യ 2ൻ്റെ കൂടെ ചേർന്നാൽ 12 ഈ 2 എന്ന സംഖ്യ 5ൻ്റെ കൂടെ ചേർന്നാൽ 25 നമ്പറുകൾ വായിക്കാനും എഴുതാനും പഠിക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് ഒരു വലിയ നമ്പറിനെ എങ്ങനെ വായിക്കാം എന്നതാണ്. ഇവിടെ ഒരു നമ്പർ എഴുതുന്നുണ്ട്, വലിയൊരു നമ്പറാണ് എഴുതുന്നത്. ഇത് ഏത് നമ്പറാണെന്ന് ആരാണ് പറയുന്നത്? ഇത് ഏത് നമ്പറാണ്? ഏത് നമ്പറാണ്? 4 അക്ക സംഖ്യയാണ്. 4 അക്ക സംഖ്യയുള്ള നമ്പർ ഏതാണ്? ആയിരങ്ങളാണല്ലേ. അപ്പോൾ 5123. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് വലിയ സംഖ്യകൾ എങ്ങനെ അക്ഷരത്തിൽ എഴുതാം എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. നമ്മൾ 18 എന്ന സംഖ്യ അക്ഷരത്തിൽ എങ്ങനെ എഴുതുന്നത്? 18. അതുപോലെ വലിയ സംഖ്യകൾ എങ്ങനെ അക്ഷരത്തിൽ എഴുതാം നോക്കാം എന്നുമാവും. അപ്പോൾ നമ്മളൊരു വലിയ നമ്പറാണ് എടുക്കാൻ പോകുന്നത്. ഒരു വലിയ നമ്പർ അക്ഷരത്തിൽ എഴുതുക എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു സംഖ്യ എഴുതാൻ പോവാണ്. ഈ സംഖ്യ വായിക്കാൻ അറിയാമായിരിക്കും. നമുക്കറിയാം ഇത് 1 ആണെന്നറിയാം. ഇതിൽ എത്ര സംഖ്യകളുണ്ട്? ഒരു സംഖ്യ. ഇത് 10. 2 സംഖ്യകൾ. 100. 3 സംഖ്യകൾ. 1000. 4 സംഖ്യകൾ. 10000. 5 സംഖ്യകൾ. 10000-ൽ 5 സംഖ്യകൾ. അടുത്തത് ലക്ഷം. 6 സംഖ്യകളുണ്ടാവും. 1, 2, 3, 4, 5, 6 ലക്ഷം. ഇനി 10 ലക്ഷം ആണെങ്കിൽ 7 സംഖ്യകളുണ്ടാവും. 1, 2, 3, 4, 5, 6, 7. 10 ലക്ഷം ആണെങ്കിൽ 7 സംഖ്യകളുണ്ടാവും. ഇനി അടുത്തത് കോടിയാണെങ്കിൽ എത്ര സംഖ്യകളുണ്ടാവും? 8 സംഖ്യകളുണ്ടാവും. 1, 2, 3, 4, 5, 6, 7, 8. 10 കോടിയാണെങ്കിൽ 9 സംഖ്യകളുണ്ടാവും. 1, 2, 3, 4,
5, 6, 7, 8, 9. ഇതാദ്യം പഠിക്കണം. ഒരു സംഖ്യ മാത്രമാണെങ്കിൽ 1, 2 സംഖ്യകളാണെങ്കിൽ 10, 3 സംഖ്യകൾ 100, 4 സംഖ്യകൾ 1000, 5 സംഖ്യകൾ 10000, 6 സംഖ്യകൾ ലക്ഷം, 7 സംഖ്യകൾ 10 ലക്ഷം, 8 സംഖ്യകൾ കോടി, 9 സംഖ്യകൾ 10 കോടി. ഇത് നോട്ടിൽ എഴുതി വയ്ക്കാം. ഇത് എഴുതി വെച്ചാൽ അക്ഷരത്തിൽ എഴുതുക എന്ന ആക്ടിവിറ്റി എഴുതാനായിട്ട് ഏറെ സുഖമായിരിക്കും. ഇതിൻ്റെ ഉത്തരം എല്ലാവരും പറയണം. ആദ്യം നമ്മൾ ഇത് എത്ര സംഖ്യകളുണ്ടെന്ന് നമ്മൾ എണ്ണി നോക്കണം. എത്ര സംഖ്യകളുണ്ട് എണ്ണി നോക്കിക്കേ. എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6. 6 സംഖ്യകളാണ് വരുന്നത്. 6 സംഖ്യകളാണെങ്കിൽ അത് ഏത് സംഖ്യ ആയിരിക്കും? 6 സംഖ്യകളാണെങ്കിൽ അത് ലക്ഷമായിരിക്കും. നമുക്ക് വായിച്ചു നോക്കാം. 4,39,462. എല്ലാവർക്കും വായിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. അപ്പം നമുക്കിത് അക്ഷരത്തിൽ എഴുതാം. 4,00,000 9,462. എല്ലാവരും ഒന്ന് വായിച്ചേ. 4,39,462. ഇതെല്ലാവർക്കും അക്ഷരത്തിൽ എഴുതാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഒരു വലിയ സംഖ്യ കൂടെ നമുക്ക് അക്ഷരത്തിൽ എഴുതി നോക്കാം. എല്ലാവരും കൂടെ പറയണം. ആദ്യം നമ്മളിതിൽ എത്ര സംഖ്യകളുണ്ട് എണ്ണി നോക്കണം. ഇത് ലക്ഷമാണോ 10 ലക്ഷമാണോ കോടിയാണോ 10 കോടിയാണോ എന്ന് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. 1, 2, 3, 4, 5, 6. 6 സംഖ്യകളാണുള്ളത്. 6 സംഖ്യകളാണെങ്കിൽ ലക്ഷം. 1,46,789. എഴുതി നോക്കാം. 1,00,000 46,000 700 89. ക്ലാസ് കാണുന്ന കുട്ടികൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ അത് നോട്ടിൽ എഴുതണം. നോട്ടിൽ എഴുതിയാലേ അതുകൊണ്ട് കാര്യം ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഈ സംഖ്യ എഴുതണം. ആ സംഖ്യ അക്ഷരത്തിൽ എഴുതി പഠിക്കണം. വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് എഴുതുകയും വേണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വലിയ സംഖ്യകളെ അക്ഷരത്തിൽ എഴുതി. ഇനി 2 ഹോംവർക്കാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ 2 ചോദ്യങ്ങൾ നോട്ട് ബുക്കിൽ അക്ഷരത്തിൽ എഴുതുക. അക്ഷരത്തിൽ എഴുതാനുള്ള ഹോംവർക്കാണ്. ഒന്നാമത്തെ സംഖ്യയിൽ എത്ര സംഖ്യകളുണ്ട് നോക്കാം. 1, 2, 3, 4, 5, 6, 7. 7 സംഖ്യകളുണ്ട്. 7 സംഖ്യകളുണ്ടെങ്കിൽ ഇത് 10 ലക്ഷമാണ്. 10 ലക്ഷം. രണ്ടാമത്തത് 1, 2, 3, 4, 5, 6, 7. ഇവിടെയും 7 സംഖ്യകളുണ്ട്. ഇതും 10 ലക്ഷമാണ്. 43,68,258. രണ്ടാമത്തേത് 35,84,217. ഈ രണ്ട് സംഖ്യകൾ വലിയ സംഖ്യകളും അക്ഷരത്തിൽ എഴുതുക. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. ഇതുപോലെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ചാനലിൽ വരുന്നത്. ഇംഗ്ലീഷ്, മലയാളം എല്ലാ സബ്ജക്റ്റും ഇതിലുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.